സത്യവിശ്വാസിയും കപടവിശ്വാസിയും. സത്യവിശ്വാസിയെക്കുറിച്ചും കപടവിശ്വാസിയെക്കുറിച്ചും നമ്മൾ മുത്തനബിൽ തങ്ങൾ നടത്തിയ ഉപമ നിങ്ങൾക്ക് കേൾക്കണോ? ഒരിക്കൽ നമ്മൾ മുത്തനബി തങ്ങൾ പറഞ്ഞു, സത്യവിശ്വാസിയുടെ ഉപമ മുളച്ചു വരുന്ന ചെടിയെ പോലെയാണ്. കാറ്റടിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നേരിടും. കാറ്റടിക്കാതിരിക്കുമ്പോഴോ നേരെ നിവർന്നു നിൽക്കും. എന്നാൽ കപടവിശ്വാസിയുടെ ഉപമ ദേവദാരു ചെടിയെ പോലെയാണ്. കാറ്റടിക്കുമ്പോൾ അത് ചായുകയോ ചരിയുകയോ ചെയ്യാതെ ഉറച്ചു നിൽക്കും. അള്ളാഹു അതിന് അവസാന കള പുറകെ എറിയും. ഈ രൂപത്തിൽ നശിച്ചു പോവാത്ത പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മളെ വളർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പറയാവുന്ന ഉപമ നല്ല സുഹൃത്തും ചീത്ത സുഹൃത്തും. ആരാ നല്ല കൂട്ടുകാരാണെന്നും ചീത്ത കൂട്ടുകാരാണെന്നും നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ നമ്മെ പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നല്ല കൂട്ടുകാരുടെ ഉപമ കശൂരി കച്ചവടം ചെയ്യുന്ന പോലെയാണ്. കശൂരി കച്ചവടക്കാരൻ ഒന്നെങ്കിൽ നിനക്കത് വെറുതെ തരും, അല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്ന് ക്യാഷ് കൊടുത്തു വാങ്ങാം. അതുമല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്ന് നല്ല സുഗന്ധം ലഭിക്കും. ഇതുപോലെയാണ് നല്ല സുഹൃത്തുക്കൾ. അവരിൽ നിന്ന് നല്ല സ്വഭാവം ലഭിക്കുമെന്നർത്ഥം. ചീത്ത സുഹൃത്തോ ഉലിയിലൂതുന്നവനെ പോലെയാണ്. അവനാവട്ടെ ചിലപ്പോൾ എൻ്റെ വസ്ത്രം പോലെ കരിച്ചു കളിയും, അല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്ന് ഒരു സുഗന്ധം ലഭിക്കുകയില്ല. അള്ളാഹു നമ്മെ കസ്തൂരി കച്ചവടം പോലുള്ള നല്ല സുഹൃത്തുക്കളിൽ നമ്മൾ ഉൾപ്പെടണം. അവരുടെ കൂട്ടുകൂടിയും വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ പറയാൻ പോകുന്ന ഉപമ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ കുറിച്ചാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവരെ കുറിച്ചും ചെയ്യാത്തവരെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉപമയാണ് ഞാൻ പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഉപമ നല്ല മധുര നാരങ്ങ പോലെയാണ്. അതിൻ്റെ രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിൻ്റെ വാസനയും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയുടെ ഉപമ ഈത്തപ്പഴം പോലെയാണ്. അതിൻ്റെ വാസന എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ അതിന് രുചി കയ്പുള്ളതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന കപടവിശ്വാസിയുടെ ഉപമ തുളസിയുടേതുപോലെയാണ്. അതിൻ്റെ വാസന സുഗന്ധമുണ്ട്, പക്ഷേ അതിൻ്റെ രുചി കയ്പുള്ളതാണ്. ഖുർആൻ പാരായണം ചെയ്യാത്ത കപടവിശ്വാസിയുടെ ഉപമ ആട്ടങ്ങ പോലെയാണ്. അതിന് വാസനയുമില്ല, രുചി കയ്പുള്ളതുമാണ്. നല്ല സുഗന്ധവും രുചിയുമുള്ള മധുരനാരങ്ങ പോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസികളെ കൂടെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഉപമ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഉപമ നോക്കൂ. കുട്ടിയെ നഷ്ടപ്പെട്ടൊരുമ്മ കുട്ടിയെ തെരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞ ആ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോടണക്കുകയും ചെയ്തു. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൂടിയിരുന്ന സ്വഹാബികളോട് ചോദിച്ചു, ഈ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തീയിലോട്ട് അറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇല്ല, അള്ളാഹു ആണ് സത്യം. അത് കേട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു,
ഈ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞുങ്ങളുള്ളതിനേക്കാളും കൂടുതൽ കാരുണ്യം അള്ളാഹുവിന് തൻ്റെ അരുമകളോടുണ്ട്. അസ്സലാമു അലൈക്കും. അസ്ലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നബി തങ്ങൾ നടത്തിയ ഉപമയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ ഒരാൾ വിജനമായ വഴിയിലൂടെ പോകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വാഹനമുണ്ട്. അതിൽ ഭക്ഷണം വെള്ളമെല്ലാമുണ്ട്. വഴിയിൽ വെച്ച് ക്ഷീണം തോന്നി ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കാൻ പോയി. വാഹനം അടുത്തു വെച്ചു. സുഖമായി ഉറങ്ങി. ഉറക്കിൽ നിന്നു ഉണർന്നു നോക്കുമ്പോൾ വാഹനത്തെ കാണാനില്ല. അദ്ദേഹത്തിന് നല്ല വിഷമമായി. മരുഭൂമിയിൽ ഉടനീളം വാഹനത്തെ തിരഞ്ഞു നടന്നു. ക്ഷീണിച്ചു. തിരിച്ചു മരച്ചോട്ടിൽ തന്നെ നടന്നു. ക്ഷീണിച്ച് അറിയാതെ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ വാഹനം അടുത്ത് വെക്കണോ, ഭക്ഷണം വെള്ളമെല്ലാം അതിൽ തന്നെയുണ്ട്. ഈ മനുഷ്യൻ വാഹനം കിട്ടിയപ്പോൾ എത്ര സന്തോഷമായിരിക്കും അല്ലേ? നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന് എത്ര സന്തോഷം ഉണ്ടാവും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനേക്കാൾ സന്തോഷം ഉണ്ടാവും ഒരടിമ മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാവുക. തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യുക. എത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കലോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ പറയാൻ പോകുന്നത് 5 നിസ്കാരത്തെ കുറിച്ചുള്ള ഉപമയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ചോദിച്ചു, നിങ്ങളെ വീട്ടുമുറ്റത്തിൽ കൂടെ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനെ എല്ലാ ദിവസവും 5 പ്രാവശ്യം കുളിക്കുന്നു. നിങ്ങളെ ശരീരത്തിൽ വല്ലായിക്കൊണ്ടാമോ? സഹാബികൾ മറുപറഞ്ഞു, ഇല്ല നബി, ഒരൈക്കും അവശേഷിക്കലില്ല. ഇതുപോലെയാണ് 5 നിസ്കാരത്തെ കുറിച്ചുള്ള ഉപമ. 5 നമസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ പാവങ്ങൾ മായ്ച്ചു കളയും. 5 നിസ്കാരം മുടങ്ങാതെ എല്ലാവരും ശ്രദ്ധിക്കണേ.